വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുകയാണ്. അപ്പോഴും തന്റെ മകനെ സംരക്ഷിക്കാനാണ് ആശുപത്രി കിടക്കയിലും ആ ഉമ്മ ശ്രമിക്കുന്നത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായ അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ തനിക്കുണ്ടായ പരിക്കുകൾക്ക് കാരണം തന്റെ മകനാണെന്നതിന്റെ ഒരു സൂചന പോലും ആ മാതാവ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടില്ല. കട്ടിലിൽ നിന്നും വീണാണ് തനിക്ക് പരിക്ക് പറ്റിയതെന്നാണ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ ആ അമ്മ ആവർത്തിച്ചത്. 45 മിനിറ്റാണ് ആശുപത്രിയിൽ വെച്ച് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. തന്നെ അതിക്രൂരമായി ആക്രമിച്ചത് തന്റെ മകനാണെന്ന് ആ അമ്മയ്ക്ക് വ്യക്തമായി അറിയാമെങ്കിലും അത് തുറന്നു പറയാൻ അവരിലെ മാതൃത്വം അനുവദിച്ചില്ലെന്ന് വേണം നമ്മൾ കരുതാൻ. കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറയുന്നത് പോലെ തന്റെ മകന്റെ ക്രൂരതയ്ക്ക് പാത്രമാകേണ്ടി വന്നെങ്കിലും ആ അമ്മ തന്റെ മകനെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കുകയാണിപ്പോഴും. പക്ഷേ ആ അമ്മ ഇപ്പോഴും അറിയുന്നില്ല താൻ ചേർത്തു പിടിക്കുന്ന ആ മകൻ തന്റെ ഇളയ മകൻ ഉൾപ്പെടെ 5 പേരുടെ ഘാതകനാണെന്ന്. അതേസമയം കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് കടബാധ്യതയാണെന്ന നിഗമനത്തിലേക്ക് എത്തുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 14 പേരിൽ നിന്ന് 65 ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത്. ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിനു വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു. പണം തിരികെ ചോദിച്ച് കടക്കാർ നിരന്തരം ശല്യം ചെയ്തപ്പോൾ കൂട്ട ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും ആലോചിച്ചിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. അഫാന്റെ മാതാവ് ഷെമി ചിട്ടി നടത്തിയും കുറെ പണം നഷ്ടപ്പെട്ടിരുന്നു. സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു അവർ ചിട്ടി നടത്തിയത്. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്കും ചിട്ടി കിട്ടി. പക്ഷേ ഷെമി അവർക്ക് പണം നൽകിയില്ല. ഇതേ ചൊല്ലി ലത്തീഫും അഫാനും തമ്മിൽ തർക്കമുണ്ടാകുകയും ചെയ്തു. അഫാൻ മോശമായി സംസാരിച്ചതായി ലത്തീഫ് അടുത്ത ബന്ധുക്കളോട് പറഞ്ഞിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂട്ടക്കൊലപാതകത്തിൽ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയെ പ്രതി ലക്ഷ്യമിട്ടിരുന്നില്ലെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി. തലയ്ക്കടിയേറ്റ് ലത്തീഫ് നിലത്ത് വീണപ്പോൾ അടുക്കളയിൽ നിന്നും ഓടിവന്ന ഷാഹിദ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവരെയും തലയ്ക്കടിച്ച് വീഴ്ത്തിയതെന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത്. അതേസമയം ഭാര്യയ്ക്കും മകനും സാമ്പത്തിക ബാധ്യത ഉള്ളതിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് അഫാന്റെ പിതാവ് റഹീം നൽകിയ മൊഴി. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ 4 മാസമായി വിദേശത്ത് ഒളിവിലായിരുന്നു. സ്ഥിരമായി നാട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നില്ലെന്നും അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെ കുറിച്ചൊന്നും തനിക്ക് അറിയില്ലെന്നുമാണ് റഹീം മൊഴി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഉറ്റവരും ഉടയവരുമായ 5 പേരെ വെട്ടിയും ചുറ്റികയ്ക്കടിച്ചും 23-കാരനായ അഫാൻ അരും കൊലകൾ നടത്തിയത്. 3 വീടുകളിലായി 5 കൊലപാതകങ്ങൾ. അഫാന്റെ മുത്തശ്ശി സൽമ ബീവി, സഹോദരൻ അഫ്സാൻ, പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ സജിദ ബീവി, വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശിയും പെൺസുഹൃത്തുമായ ഫർസാന എന്നിവരാണ് അഫാന്റെ ക്രൂരതയ്ക്ക് ഇരയായി ജീവൻ നഷ്ടമായവർ.